നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസും അതുപോലെ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസും ആയിരുന്നു ഫൈറ്റർ. സിദ്ധാർത്ഥ് ആനന്ദാണ് സിനിമയുടെ ഡയറക്ടർ. കഴിഞ്ഞ കൊല്ലം ഇത് ജനുവരി 25-നായിരുന്നു പത്താൻ്റെ റിലീസ്. ആൻഡ് 1 ഇയറിന് ശേഷം അതേ ഡേറ്റിൽ ഇപ്പോൾ ഫൈറ്ററും റിലീസായി. ഈ സിനിമ ഏരിയൽ ആക്ഷൻ ഫ്രാഞ്ചൈസിലത്തെ ഫസ്റ്റ് മൂവിയാണ്. ഇതിന് ശേഷം ഇതിന്റെ ഫൈറ്റർ 2 ഉണ്ടാവുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് തോന്നിയ ഒരു സംഭവം ആ ഒരു എയർഫോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു ടീമിന്റെ സ്റ്റോറി വളരെ വൃത്തിക്ക് തന്നെ അവർ പറയാൻ ശ്രമിച്ചു. ഞാൻ പല സ്ഥലങ്ങളിലും ആ സിനിമയുടെ ആ ഒരു പേസിങ്, പ്രത്യേകിച്ച് 2.25 മണിക്കൂറാണ് പടത്തിന്റെ ഡ്യൂറേഷൻ. ബട്ട് ഈ ടൈം കൊണ്ട് തന്നെ ആവശ്യമുള്ളിടത്ത് ടൈം എടുത്തുകൊണ്ട് ഇവരുടെ ആ ഒരു ബോണ്ടിങ്ങും അതിനുശേഷം ഇവർക്ക് നേരിടേണ്ടി വരുന്ന മിഷൻസ്, അതിലുണ്ടാവുന്ന ഫെയിലിയേഴ്സ്, അതിനുശേഷം ഉണ്ടാകുന്ന ആ ഒരു ഫെയിലിയേഴ്സും ഇവരുടെ പാസ്റ്റും ഒക്കെ എത്രത്തോളം ഇവരെ ഹോണ്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് തന്നെയാണ് സിനിമയുടെ ആ ഒരു പോക്ക് തന്നെയായിരുന്നത്. ആൻഡ് ഹൃതിക് റോഷന്റെ പാറ്റി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വളരെ അടിപൊളിയായിട്ട് തന്നെ അദ്ദേഹം ചെയ്തു. പ്രത്യേകിച്ച് ആ ഫിസിക് ആൻഡ് മൂവ്മെന്റ്സ് ഒക്കെ മാനർസും ഒക്കെ ആൾ നന്നായി തന്നെ ചെയ്തു. ദീപിക പദുക്കോണും ബാക്കിയുള്ള അനിൽ കപൂറൊക്കെ അവരവരുടെ റോള് നല്ല വൃത്തിക്ക് തന്നെ പെർഫോം ചെയ്യാൻ പറ്റി. ആൻഡ് പ്രത്യേകിച്ച് സിനിമയുടെ മെയിൻ ആയിട്ട് ഇതിന്റെ ടീസറും ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് ടോപ്പ് ഗണ്ണ് തന്നെ അവർ അടിച്ചു വെക്കാൻ പോവാണെന്ന് ഡൗട്ട് അടിച്ചിരുന്നു. അതുകൊണ്ട് അത്ര വലിയ ഹോപ്പ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് പടം കണ്ടു കഴിഞ്ഞപ്പോൾ അവരെന്താണോ ഉദ്ദേശിച്ചത് അത് നല്ല വൃത്തിക്ക് തന്നെ അവർക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ടത് ഈ സിനിമയിലത്തെ കോമ്പാക്ട് സീക്വൻസ് ആയിരുന്നു. അതൊരു ആസ് എൻ ഇന്ത്യൻ മൂവിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പാക്ട് സീക്വൻസ് അവർ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് അത് നല്ല രീതിയിൽ തന്നെ ആ ഒരു കോമ്പാക്ട് സീക്വൻസ് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പലയിടത്തും അതിന്റെ VFX ഒക്കെ അത്യാവശ്യം നല്ല പോലെ തന്നെ അവർക്ക് കൊണ്ടുവരാൻ പറ്റി. ആൻഡ് ആ ഒരു നമ്മുടെ 2019 നടന്ന പുൽവാമ അറ്റാക്ക് ആൻഡ് അതിന്റെ തിരിച്ചടിയായിട്ടുള്ള ബന്ദർ, ഓപ്പറേഷൻ ബന്ദർ, ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ ആ ഒരു സ്റ്റോറി പോകുന്നത്. എന്റെ പലയിടത്തും നല്ല കൺവിൻസിംഗ് ആയിട്ട് തന്നെയാണ് സ്റ്റോറി പോകുന്നത്. ആൻഡ് എടുത്തു പറയേണ്ടത് ഇതിൽ ഇമോഷൻ സീക്വൻസുകളായിരുന്നു. എസ്പെഷ്യലി ഇനി സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ദീപിക പദുക്കോൺ പാരന്റ്സിനെ കാണുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവിടെ ഇമോഷൻ വർക്കൗട്ട് ആയി. ശരിക്കും നമ്മളെ വളരെയധികം ഫീൽ ആക്കുന്ന രീതിയിലുള്ള ഒരു സീനായിരുന്നു അത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ സീൻ. ആൻഡ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ആ ഒരു സ്റ്റോറിയിൽ തന്നെ ആളുകൾക്കുള്ള ഇമ്പോർട്ടൻസ്, ഈവൻ ആ ഒരു എയർഫോഴ്സിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു ക്ലീഷെ പല സാധനങ്ങളും, അതായത് വേണ്ട സ്ഥലത്ത് ഇവർ കൊണ്ടുപോയിട്ട് കുറെ അധികം പാട്ടുകൾ കുത്തിക്കയറ്റാതെ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും അല്ലെങ്കിൽ ഇവരുടെ ആ റൊമാൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ള സമയമൊക്കെ വളരെയധികം സാവധാനം, എന്താണ് പറയുക, ഇൻസ്റ്റന്റ് റൊമാൻസ് എന്നുള്ള രീതിയിലല്ലാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവരെല്ലാവരും പരിചയപ്പെട്ട് ഒരു ടീമായി വർക്ക് ചെയ്ത് ആൻഡ് ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ഒരു പരിചയം ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷമാണ് ഇവർ ആ ഒരു ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഡെവലപ്പായി പോകുന്നത്. ആൻഡ് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ടൈം എടുത്തിട്ടുണ്ട് സ്ക്രീൻ പ്ലേയിൽ. ആൻഡ് അത് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈവൻ സിദ്ധാർത്ഥാനന്ദിന്റെ ലാസ്റ്റ് ഇറങ്ങിയ പത്താൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബട്ട് ഈ മൂവി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആള് ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് അവർ നന്നായിട്ട് തന്നെ അവരെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് സിനിമയുടെ മൊത്തം ആ ഒരു വർക്കിൽ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളായാലും ശരി, ഈവൻ ഈ ഒരു എയർഫോഴ്സിന്റെ ഉള്ളിൽ നടക്കുന്ന സ്റ്റോറി കൂടി അത് മാത്രമല്ലാണ്ട് പുറത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഈവൻ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ പുൽവാമ അറ്റാക്കും ആൻഡ് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നന്നായി തന്നെ പറഞ്ഞു പോയി. ആൻഡ് ആ ലൊക്കേഷൻ ഈവൻ ആർട്ടൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. സിനിമാറ്റോഗ്രാഫി സച്ചിത് പൗലോസ് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ പല സീക്വൻസുകളിലും ആ ഒരു സീനറികൾ, ആ ഒരു ബാക്കിലുള്ള ആ ഒരു എൻവയോൺമെന്റും ഇതും കറക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് കളർ ഗ്രേഡിംഗ് ഒക്കെ അത്യാവശ്യം കിടിലൻ തന്നെയായിരുന്നു. BGM അത്യാവശ്യം സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെയാണ് എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അത് ഏറ്റവും പോരായ്മയായിട്ട് തോന്നിയൊരു കാര്യം ഈ സിനിമയുടെ ക്ലൈമാക്സ് ആയിരുന്നു. അതുവരെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ട് അവസാനം കൊണ്ടുപോയിട്ട് ആ ഒരു സീക്വൻസ് അവർക്ക് കുറെ കൂടി നന്നാക്കായിരുന്നു. ബട്ട് അവിടെ സാധാരണ ഒരു ടിപ്പിക്കൽ ബോളിവുഡ് പടത്തിന്റെ ആ ഒരു ടെംപ്ലേറ്റ് തന്നെ അവർ പിടിച്ചു. ആൻഡ് അതാണ് സിനിമയിൽ എനിക്ക് ഏറ്റവും ഒരു വീക്കായി തോന്നിയ ഒരു കാര്യം. കാരണം ആ ഒരു സീക്വൻസിൽ അവർക്ക് വേറെ എന്തെങ്കിലും എൻഗേജിങ് ആയിട്ട് കൊണ്ടുവരായിരുന്നു. ബട്ട് അവിടെ അവർ കോംപ്രമൈസ് ചെയ്ത ഒരു അവസ്ഥയായിരുന്നു. ആൻഡ് ആ ഒരു പാർട്ട് മാത്രമാണ് എനിക്ക് ഒരു സീനായി തോന്നിയത്. ആൻഡ് വില്ലൻ ക്യാരക്ടറും അതെ, അത്ര ഒരു ബിൽഡപ്പ് കൊടുത്തു കൊണ്ടുവന്നിട്ട് അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ആ ഒരു ക്യാരക്ടറിന് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആൻഡ് ഇടയിൽ കുറച്ചു നേരം കാണിച്ചിട്ട് പിന്നെ പടത്തിന്റെ ഒരു ഹാഫ് ടൈമിലേക്ക് വീണ്ടും കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. സോ വില്ലൻ ക്യാരക്ടറിന്റെ ആ ഒരു ക്യാരക്ടറൈസേഷൻ എത്രത്തോളം പോരാന്നല്ല, അത് കാര്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് അതായിരുന്നു എനിക്ക് ഏറ്റവും, ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് സിനിമയിൽ ഇത്തിരി ഇഷ്യൂ ആയിട്ട് തോന്നിയത്. ആൻഡ് അതർവൈസ് ഇപ്പോ കോമ്പാക്ട് സീക്വൻസുകളായാലും ആവശ്യത്തിനുള്ളത് വേണ്ട സ്ഥലത്ത് ഇവർക്ക് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് സ്ട്രാറ്റജി, അതുപോലെ തന്നെ അതിന്റെ ഉള്ളിലത്തെ ആ ഒരു ഡെക്കോറും കീപ്പ് ചെയ്യുക, ഇതൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആക്കി പ്രേക്ഷകർക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് നല്ലൊരു തിയേറ്റർ തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ പടം കാണുക. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ 2024 സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള സിദ്ധാർത്ഥ് ആനന്ദൻ, റമോൺ ചിപ്പ്, അദ്ദേഹമാണ് ഈ സിനിമയുടെ സ്റ്റോറി
ആൻഡ് അദ്ദേഹം ഒരു എക്സ് ആർമി ഓഫീസറാണ്. 2016 തന്നെ സിദ്ധാർത്ഥ് ആനന്ദിന്റെ അടുത്ത് ഈ സ്റ്റോറി പറഞ്ഞ് പിന്നീട് അതിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ അങ്ങനെ നടന്ന് 2021 സിനിമയുടെ ആ ഒരു കിക്ക് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സിൽ തോന്നിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഒരു സ്റ്റോറി ഐഡിയാസ് ഒക്കെ ഹൃതിക് റോഷൻ, ദീപിക പദുക്കോണിനെ വെച്ചുകൊണ്ട് ഈ സിനിമ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലെത്തുകയും പിന്നീട് അത് എക്സിക്യൂട്ട് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഈ ഫ്രാഞ്ചൈസിലത്തെ തുടക്കം എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ സീക്വലിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷയമാണ്. ആൻഡ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. ആൻഡ് അൺടിൽ ദെൻ